بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي أمامة الباهلي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه. പ്രസിദ്ധ സഹാബിവര്യനായ അബു ഉമാമ പറയുകയാണ്, നബി ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, നിങ്ങൾ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യണം. തീർച്ചയായിട്ടും അന്ത്യനാളിൽ, പുനരുദ്ധാന നാളിൽ ആ പാരായണം ചെയ്തവർക്ക് വേണ്ടി ശുപാർശകനായിട്ട് ഖുർആൻ അവിടെ ഹാജരാകുന്നതാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. റമദാൻ മാസം എന്നത് ഖുർആൻ അവതീർണമായ മാസമാണ്. മനുഷ്യർക്കാകമാനം മാർഗദർശനമായും സത്യാസത്യങ്ങളെയൊക്കെ വിവേചിക്കുന്നതും സന്മാർഗം കാണിച്ചു തരുന്നതുമായ തെളിഞ്ഞ പ്രമാണങ്ങളായിട്ടാണ് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നാം നിലകൊള്ളുന്ന എന്ന നിലക്ക് ഓരോ സ്ത്രീ പുരുഷന്മാരും, മുസ്ലിമായ ഓരോ സ്ത്രീ പുരുഷന്മാരും, യുവാക്കളും കുട്ടികളും ഒക്കെ തന്നെ ഈ ഖുർആനോട് ഒരു വലിയ കടപ്പാടുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഈ ഖുർആൻ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് അള്ളാഹു അവതരിപ്പിച്ചതാണെന്നൊരു ബോധം ആദ്യമായി നമുക്കുണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭരണഘടനയാണ് ഈ ഖുർആൻ എന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിലും കുടുംബത്തിലും സാമ്പത്തിക ഇടപാടുകളിലും സാമൂഹ്യ ബന്ധങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ വ്യക്തമായ നിയമങ്ങളും വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും ഈ ഖുർആൻ നമുക്ക് മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട്. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ ഇബാദത്താക്കി മാറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ മുഴു ജീവിതവും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റണമെങ്കിൽ ഈ ഖുർആൻ നിത്യവും നന്നായി വായിക്കുകയും പഠിക്കുകയും യഥാവിധി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു സുവർണാവസരമാണ് ഈ പരിശുദ്ധ റമദാൻ മാസം. ഈ മാസത്തിൽ നാം ഖുർആനിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മേക്കാൾ വലിയ അക്രമികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഖുർആൻ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. എല്ലാ ഭാഷകളിലും എണ്ണമറ്റ ഖുർആൻ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ആപ്പുകൾ, യൂട്യൂബ്, വാട്സപ്പ് ഗ്രൂപ്പ്, ഇതിലൊക്കെ തന്നെ ഖുർആൻ പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് യഥേഷ്ടം ലഭ്യമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും നാം ഖുർആൻ അവഗണിക്കുകയാണെങ്കിൽ വിശ്വാസമല്ല അന്ത്യനാളിൽ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വഖാല റസൂലിയ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. നബി തിരുമേനി അന്ത്യനാളിൽ പടച്ചവൻ്റെ മുമ്പാകെ ബോധിപ്പിക്കും, റബ്ബെ, എൻ്റെ ഈ ജനം ഈ ഖുർആനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. അന്ത്യനാളിൽ അള്ളാഹു ഓരോ ജനസമൂഹത്തെയും വിചാരണ ചെയ്യുമ്പോൾ അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരെ സാക്ഷികളാക്കി വിസ്തരിക്കും. മുസ്ലിം സമൂഹത്തെ വിചാരണ ചെയ്യുമ്പോൾ സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹാജരാക്കും. അപ്പോൾ ഓരോ പ്രവാചകന്മാരും അള്ളാഹുവോട് ബോധിപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും: ഞങ്ങളുടെ സമുദായങ്ങൾക്ക് നീ നൽകിയ വേദഗ്രന്ഥം ഞങ്ങൾ യഥാവിധി വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അവരത് തള്ളിക്കളഞ്ഞ് തോന്നിയ പോലെയൊക്കെ ജീവിച്ചു, വഴിയേടിലായിപ്പോയി. ആ വിചാരണയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ യൗമഇദിൻ യവദ്ദുല്ലദീന കഫറു വഅസവൂർ റസൂല ലൗ തുസവ്വാ ബിഹിമുൽ അർദ് വലാ യക്തുമുനല്ലാഹ ഹദീസ. നാം ഓരോ സമുദായത്തിനും ഓരോ സാക്ഷിയെ ഹാജരാക്കുമ്പോൾ ഈ സമുദായത്തിൻ്റെ സാക്ഷിയായി നിന്നെയും ഹാജരാക്കുന്ന സന്ദർഭത്തിൽ, അതായത് നബി തിരുമേനിയെ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർത്തു നോക്കുക. ഈ ഖുർആനെ തള്ളിക്കളഞ്ഞ, നിഷേധിച്ച, പ്രവാചക കൽപ്പനകളൊക്കെ ധിക്കരിക്കുകയും ചെയ്തവർ അന്ന് ആഗ്രഹിച്ചു പോകും, ഈ ഭൂമി പിളർന്ന്
അവരെ വിഴുങ്ങി നിരപ്പായി പോയിരുന്നെങ്കിലെന്ന്. അവിടെ ഒരു കാര്യവും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്കാവില്ല. ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന പള്ളികളിലും വീടുകളിലും മലക്കുകൾ ഇറങ്ങുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന്, അങ്ങനെയുള്ള വീട്ടുകാരെക്കുറിച്ച് അള്ളാഹു അഭിമാനം കൊള്ളുമെന്നൊക്കെ വിശ്വാസത്തിൽ ഹദീസിൽ പറയുന്നുണ്ട്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഫീമാ ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീനത്തു വഗശിയത്തുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. അള്ളാഹുവിൻ്റെ ഗൃഹങ്ങളിൽ ഒരുമിച്ചിരുന്ന്, അതായത് ഗൃഹങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളികളും മുസ്ലിം വീടുകളൊക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുകയും അത് അവർക്കിടയിൽ പഠന വിധേയമാക്കുകയും ചെയ്യുന്നവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും കാരുണ്യവും വർഷിക്കും. മലക്കുകൾ അവരെ ആ സദസ്സിൽ വന്ന് അവരെ പൊതിയും, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു ആണെങ്കിലോ അവൻ്റെ അടുത്തുള്ള മലക്കുകളോട് ഈ വിശ്വാസികളെക്കുറിച്ച് അഭിമാനത്തോടു കൂടി എടുത്തു പറയുകയും ചെയ്യും. അപ്പോൾ പള്ളിയിൽ വെച്ചും വീട്ടിലുമൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഈ ഖുർആൻ ഓതാനും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന്, ഈ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ്, ഒരക്ഷരം വായിക്കുകയാണെങ്കിൽ, ഓതുകയാണെങ്കിൽ അവന് ഒരു നന്മ പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തുന്നു. ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമാണ് രേഖപ്പെടുത്തുക. തുടർന്ന് പറയുന്നുണ്ട്, സഹോദരൻ പറയുന്നുണ്ട്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്നുള്ള ആ ഇതുണ്ടല്ലോ, അത് ഒരു ഹർഫായിട്ടല്ല കണക്ക് കൂട്ടുന്നത്. വലാകിൻ അലിഫുൻ ഹർഫും വലാമുൻ ഹർഫും വമീമുൻ ഹർഫ്. അലിഫ് ഒരു ഹർഫായിട്ടും ലാമ് വേറൊരു ഹർഫായിട്ടും മീമ് വേറൊരു ഹർഫായിട്ടും, അതായത് 30 ഇരട്ടി പ്രതിഫലം തന്നെ ആ ഒറ്റ ഒരു വാക്യം ഉച്ചരിക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശവും വ്യക്തമായ വേദഗ്രന്ഥവും നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി തേടുന്നവർക്ക് അവൻ രക്ഷാമാർഗങ്ങൾ കാട്ടിക്കൊടുക്കുന്നു. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നു. അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്ത് താഹയിൽ പറയുന്നുണ്ട്, ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ. എൻ്റെ ഈ മാർഗദർശനം, അതായത് ഈ ഖുർആൻ പിൻപറ്റി ജീവിക്കുന്നവർ ഒരിക്കലും വഴിപിഴച്ചു പോവുകയോ ഭാഗ്യഹീനരായി പോവുകയോ ഇല്ല. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. എന്നാൽ ഈ ഖുർആനിൽ നിന്നും വല്ലവരും മുഖം തിരിച്ച് നിൽക്കുകയാണെങ്കിൽ, അതിനെ അവഗണിച്ച് തള്ളുകയാണെങ്കിൽ അവന് ഇഹലോകത്ത് വളരെ പ്രയാസകരമായ ക്ലേശകരമായ ജീവിതമായിരിക്കും ഉണ്ടാകുക എന്ന് മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അന്ത്യനാളിൽ അന്ധനായിട്ടായിരിക്കും അവനവിടെ ഹാജരാക്കപ്പെടുന്നത്. സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്കും ഫത്തബിഉഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. നാം അവതരിപ്പിച്ച ഈ ഖുർആൻ വളരെ അനുഗ്രഹീതമാണ്. നിങ്ങളതിനെ പിന്തുടരുക, അതനുസരിച്ച് ജീവിക്കുക. നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, നിങ്ങൾ അനുഗ്രഹം ലഭിക്കുന്നവരായേക്കാം. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, അല്ലദീന ആതീനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ ഖുർആൻ നൽകപ്പെട്ടവർ ഇതിനെ യഥാവിധി വായിക്കുകയും പിന്തുടരുകയും അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. നേരെ മറിച്ച് ഇത് അംഗീകരിക്കാതെ ഇതിനെ നിഷേധിക്കുന്നവർ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചവരാണ്. അള്ളാഹു നമ്മെല്ലാവരെയും അത്തരക്കാരിൽ നിന്നും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ സജ്ജനങ്ങളായ അടിമയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.